കേൾക്കുവാൻ പരിശുദ്ധ പിതാവ് അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തുടർന്നുള്ള നേരം അല്പനേരം കർത്താവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവെ അങ്ങ് നൽകിയതും പ്രകാശിപ്പിച്ചതുമായ ആത്മീക മർമ്മങ്ങളെ ഇന്ന് പകൽ നേരം കർത്താവെ കൈമാറുവാൻ പരിശുദ്ധാത്മാവ് അങ്ങ് സഹായിക്കണമേ. കേൾക്കുന്നവരിൽ ദൈവകൃപ പകരുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവ് അങ്ങയുടെ കരം കർത്താവ് ഇന്ന് പകൽ നേരം വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങ് കൃപ ചെയ്യണം, ബലപ്പെടുത്തണം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാം കർത്താവ് പ്രിയപുത്രനെ നൽകിയത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാകയാൽ പിതാവ് തന്റെ സ്നേഹം ഞങ്ങളുടെ നടുവിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാൽ ഇന്ന് പകൽ നേരം ഞങ്ങളെ കൃപയിലേക്ക് അടുപ്പിക്കുന്നതിനാൽ ആഴമുള്ള മർമ്മങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധ പിതാവെ കൃപ ചെയ്യണമേ. ഫലമുള്ള ജീവിതം ഞങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരം കർത്താവ് ഇടപെടണം, ബലപ്പെടുത്തണം, കാത്തു സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും കർത്താവിന്റെ കൃപ നമ്മളോടുകൂടെ ഇരുന്ന് നമ്മളെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം കേട്ടു. അതോടുകൂടെ ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. നമ്മൾ അതുപോലെ ഇന്ന് പകർന്നേരം നമ്മൾ ചിന്തിക്കണം, ന്യായപ്രമാണം കോപഹേതുവാകുന്നു. അപ്പോൾ ദൈവ കൃപയിലേക്ക് വരാതെ, ക്രിസ്തുവിന്റെ ഉപദേശം അറിയാതെ നമ്മൾ അതിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെകയാൻ പോയാൽ പൗലോസ് അപ്പോസ്തലൻ പറയും, വീണ്ടും പഴയ ന്യായപ്രമാണത്തിൽ നീതി ഉണ്ട് എന്ന് വിചാരിച്ച് അത് പരതുന്നവരുടെ എല്ലാ ഹൃദയത്തിനും ഇതിൽ എന്ത് കിടക്കാന്നറിയാവോ? മൂടുപടം കിടക്കുക. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട, വളരെ ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ പറഞ്ഞ വിഷയം തന്നെ തുടരുക. ചിന്തിക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് തിരുവെഴുത്തിലെ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. എപ്പോഴും ഈ രക്ഷാനുഭവം ഇല്ലാത്തവൻ ബൈബിളിലെ വാക്യം എടുക്കുന്നത് പ്രതികാരദാഹത്തോടെയാണ് എടുക്കുന്നത്. അതുണ്ടാകരുത്, അതല്ല വേണ്ടത്. കർത്താവ് നമുക്ക് ചെയ്തു തന്ന വലിയ നന്മകളെ നമ്മളൊന്ന് തിരിച്ചറിയണം. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 33 മുതലുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന് 33-ാം വാക്യം മുതൽ. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്നയിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. അടുത്തത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. മതി. ശ്രദ്ധിക്കണം, കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിത ശുശ്രൂഷകളുടെ അവസാന രംഗത്തിലേക്ക് വരികയാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ വിട്ടു പിരിയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടു മടങ്ങുകയാണ്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ല, ഞാൻ പോകുന്ന ഇടത്തോ ഞാൻ ചെല്ലുന്ന മേഖലകളോ നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കത് മനസ്സിലാകുന്നില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരോടും പുറത്തു കിടക്കുന്ന പ്രമാണിമാരോടൊക്കെ പറയുന്നത് പോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്. അവിടെ കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ശ്രദ്ധിക്കണേ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അടുത്തത്, എന്ന് പുതിയൊരു കൽപ്പന. ശ്രദ്ധിക്കണം, പഴയ ന്യായപ്രമാണത്തിന്റെ കീഴിലിരുന്ന ജനം, അവർക്കെല്ലാം കോപമാണ് വെളിപ്പെടുന്നത്. പത്രോസ് എന്തുകൊണ്ടാ വാളൂരി വെട്ടിയത്? ന്യായപ്രമാണം കടന്ന് കളിക്കുകയകത്ത്. കർത്താവിന്റെ വചനം അവന്റെ ഉള്ളിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരുന്ന് അവരെ ഉപദേശിച്ചു വഴി നടത്തണം. എന്നാൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗത്തിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവപുത്രൻ ശുശ്രൂഷയെ തികയ്ക്കുകയാണ്. ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് നല്ലൊരു മാതൃക നൽകുകയാണ്. സഭയ്ക്ക് ലഭിച്ച ഉപദേശമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കർത്താവിന്റെ പുതിയ കൽപ്പനയാണ് നമ്മൾ വായിച്ചത്. എന്താണ് ആ കൽപ്പന? നിങ്ങൾ തമ്മിൽ കണ്ടോ? എന്തുകൊണ്ടാ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ
ആരംഭം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ അവസാനത്തെ ഒരധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അവിടെ പത്രോസും യോഹന്നാനും തമ്മിലുള്ള ഒരു വലിയ ഭയങ്കര ഒരു ഫൈറ്റ് കാണാം. ഒളിഞ്ഞുള്ള ഒരു യുദ്ധം, അല്ലെ ഒളിഞ്ഞുള്ള ഒരു പിണക്കവും ഭിന്നതയും അവിടെ കാണാൻ സാധിക്കും. പത്രോസ് കണ്ണമാനം കയറി കർത്താവിന്റെ അടുക്കലേക്ക് യോഹന്നാനെ കുറിച്ച് അന്വേഷിക്കുകയും ഇവൻ മരിച്ചാൽ എന്താകുന്നു, എവിടെ ചെല്ലൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. കർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് പറഞ്ഞു, ഇവൻ ഇരിക്കണമെന്ന് എനിക്കുണ്ട്, അതിന് നിനക്കന്ന. അതിനുടനെ വ്യാഖ്യാനം വന്നു, അവൻ മരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകുന്നത്? ആരംഭം മുതൽ അവസാനം വരെയും ഇവരുടെ ഇടയിൽ സ്നേഹമില്ലായിരുന്നു. ഇവരുടെ ഇടയിൽ സ്നേഹമില്ലായിരുന്നു. എന്നാൽ കർത്താവ് അവരുടെ ഇടയിൽ ഇല്ലാത്തത് കൽപ്പനയായിട്ട് കൊടുത്തു. അവർക്ക് സാധിക്കാത്ത കാര്യം കർത്താവിന്റെ കൽപ്പനയുടെ ഭാഗമാക്കി തന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇല്ലാത്തതാണ് കർത്താവിന്റെ കൽപ്പന മുഖാന്തരം വെളിപ്പെടുന്നത്. എന്താ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ശ്രദ്ധിച്ചോ, നമ്മുടെ പല പ്രശ്നത്തിന്റെ ആധാര കാരണം എന്നാണെന്നറിയാവോ? സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ. നിങ്ങൾക്കൊരു ദേശം ഇഷ്ടമല്ല എങ്കിൽ അതിന് കാരണം അവിടെ ഉള്ളവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതാ കാര്യം അല്ലേ? ഹല്ലേലൂയ. ഒരു ദേശമോ ഒരു കുടുംബമോ അല്ലെ ഏതെങ്കിലും കുറച്ച് വ്യക്തികൾ ഇഷ്ടമല്ലെങ്കിൽ ഒരു കാരണം എന്നാണ്? നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലല്ലോ. നമുക്കൊന്ന് പരീക്ഷിച്ചറിയാം നമ്മൾ ഏതാണ് ഏറ്റവും അധികം വെറുക്കുന്നത്. കാരണം എന്താ? അവയെ നമ്മൾ സ്നേഹിക്കുന്നില്ല, അവരെ നമ്മൾ സ്നേഹിക്കുന്നില്ല. കാര്യം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉളവാകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ, ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന അഗാപ്പേ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവായി. എല്ലാ പ്രശ്നങ്ങളും സോൾവായി. ഹല്ലേലൂയ. നമ്മളുടെ ആത്മീക ജീവിതത്തിന് തകർച്ചയുണ്ടാകുന്ന വഴികളിലൂടെ നമ്മൾ പോകണ്ടെന്നേ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ തകർച്ചയുണ്ടാകുന്ന വ്യക്തികളോട് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഹൃദയത്തിൽ അവരോട് കയ്പായിട്ടിരിക്കരുത്. എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? അവരെ സ്നേഹിക്കുവാൻ നമ്മൾ പഠിച്ചേ കഴിയത്തുള്ളൂ. അത് പരിശുദ്ധാത്മാവിലെ അത് സാധിക്കത്തുള്ളൂ കേട്ടോ. ദൈവകൃപയിലിരിക്കുന്ന വ്യക്തികൾക്ക് മറ്റൊരുവരെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. പല സഭകളുടെ അകത്തെ പ്രശ്നം എന്താ? തമ്മിൽ സ്നേഹമില്ല. പല പ്രസ്ഥാനങ്ങളും തകർന്നു പോകുന്നതിന് കാരണം തന്നെ അതിനകത്ത് സ്നേഹമില്ലെന്നേ. ദൈവ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പല കുടുംബങ്ങളും തകരുന്നത്. അനേകരുടെ ഭാവി തകരുന്നത് ദൈവ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. അനേകരുടെ ശരീരം ശോഷിച്ചു പോകുന്നത് ദൈവ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. അനേക വിശ്വാസികളുടെ ജീവിതത്തില് രോഗം വിട്ടുമാറാത്തത് ദൈവ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. നിനക്ക് മറ്റൊരുത്തരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ്. എന്നാൽ ഇന്ന് പകർന്നേരം സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും. ദൈവ സ്നേഹം അനേകരുടെ ജീവിതത്തിലില്ല. അനേകരോടുള്ള കയ്പിന്റെ ആധാരം, ഭിന്നതയുടെ ആധാരം, മത്സരത്തിന്റെ ആധാരം. നീ മറ്റൊരുവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനോട് നീ മത്സരിക്കത്തില്ലെന്നേ. മത്സരിക്കത്തില്ലെന്നേ. നീ വിട്ടുകൊടുക്കും. കർത്താവ് വിട്ടുകൊടുത്തില്ലേ? എത്രത്തോളം വിട്ടുകൊടുത്തു? തന്റെ പ്രാണനോളം വിട്ടുകൊടുത്തില്ലേ? നമ്മുടെ ജീവിതത്തിലും അത് മാതൃകയാക്കണം. പലതും കടന്നു വരുമ്പോൾ നീ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. നമ്മൾ തൊട്ട് പുറകിലെ കുറച്ച് വാക്യം വായിക്കും. അവിടെ യൂദ ഇറങ്ങിപ്പോകുന്ന രംഗം കാണുന്നു. ഒരു മോശവും കർത്താവ് പറയുന്നില്ല. യൂദയോട് പറയുന്നുണ്ടോ? ഒരു മോശവും പറയുന്നില്ല. അവരെ സ്നേഹിച്ചു കർത്താവ്. തീവട്ടിപ്പന്തങ്ങളുമായി വലിയ ഒരു കൂട്ടം പുരോഹിതന്മാരുടെ പേഴ്സണൽ ആർമി അല്ലെ, അവരുടെ ലോക്കൽ ആർമിയും കൊണ്ട് വരികയാണ് അങ്ങോട്ട്. കർത്താവിനെ കാണാനായിട്ട് പിടിക്കുവാൻ വേണ്ടി വരികയാണ്. കർത്താവിനെ കയറി അവർ പിടിച്ചു. അപ്പോൾ യൂദ കടന്നു വന്ന് കർത്താവിനെ ചുംബിച്ചു. കർത്താവ് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ചുംബനം കൊണ്ടോ നീ ദൈവപുത്രനെ കാണിച്ചു കൊടുക്കുന്ന ചോദിച്ചു. വേറൊരു ചോദ്യമില്ല. കാരണം എന്നാ? ദൈവ സ്നേഹമാണത്. കാര്യം നമ്മെ കർത്താവ് പഠിപ്പിച്ചത് വെട്ടിപ്പിടിക്കുന്നതല്ല. പിന്നെന്താണ്? കർത്താവ് നമുക്ക് മാതൃകയൊക്കെ തന്നു. തന്റെ സ്വന്തം പ്രാണനും വിലയേറിയതായിട്ട് എണ്ണാതെ ഇരിക്കുന്ന ഒരു നല്ല മാതൃകയാണ് യേശു ക്രിസ്തു ഒരുക്കി തന്നത്.
ഹല്ലേലൂയ. വചനക്കാരൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഹല്ലേലൂയ സ്വന്തം ജീവനെ പകയ്ക്കാതിരിക്കുന്നവന് മാത്രമേ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവ സ്നേഹം നിന്നിൽ വന്നാൽ നിന്റെ ശരീരത്തിന് വേണ്ടിയുള്ളത് പോലും നീ കരുതത്തില്ല. അത് നീ അങ്ങനെ ഒരു വളർച്ച വരുന്നവന് മാത്രമാ കർത്താവിന്റെ സ്നേഹത്തിലിരിക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ കൃപയാലാണ് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. ക്രിസ്തു ഒരുവന് വെളിപ്പെട്ട് കിട്ടിയാൽ അവൻ ദൈവസ്നേഹത്തിൽ വസിക്കും. എന്നാൽ അനേകർ കൂടെയുള്ളവർക്ക് എന്താ പ്രശ്നം എന്നറിയാവോ? അവരുടെ ഉള്ളത്തിൽ അനേകരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, കാരണം ദൈവസ്നേഹമില്ല. അനേകരുടെ പകയാണ് ഇപ്പോഴും, കാരണം ദൈവസ്നേഹമില്ലെന്നേ. വൈരാഗ്യ ബുദ്ധി, മത്സരം, ഇത് വരുന്നതിന് കാര്യം ദൈവസ്നേഹമില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? ദൈവസ്നേഹം വേണം. മറന്നുപോകല്ലേ ദൈവസ്നേഹം. എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹം? ഹല്ലേലൂയ. നാം പാപികളായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ മുഖം നോക്കിയ പിതാവ് സ്വപുത്രനെ ഏകജാതന ലോകത്തിലേക്ക് അയച്ചു. പുത്രനോ പിതാവിന്റെ സന്നിധി സകലത്തിലും അനുസരണയുള്ളവനായി തീർന്നു. നമ്മെ വേണമെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ മതി. കർത്താവിന്റെ മാസ്റ്റർ പ്ലാനിന്ന് വേണമെങ്കിൽ സകല ജീവികളും തകർന്നു പോകുന്നത് പോലെ, നശിച്ചു പോകുന്നത് പോലെ മനുഷ്യനും വോട്ടെന്ന് വെച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല. പുത്രനെ കുറിച്ച്, നമ്മെ കുറിച്ചുള്ള പിതാവിന്റെ ഇഷ്ടം നാം വീണ്ടെടുക്കപ്പെടണമെന്ന് വിചാരിച്ചാണ് പുത്രന്റെ മുഖം നോക്കാതെ പുത്രനെ അയക്കുവാൻ ഇടയായി തീർന്നത്. തന്റെ ഏകജാതനാണ്. നമുക്കറിയാം, ഇന്ന് കുഞ്ഞുങ്ങളുള്ള അനേക മാതാപിതാക്കന്മാർ, ഒരു കുഞ്ഞൊക്കെ ഉള്ള ഒത്തിരി മാതാപിതാക്കന്മാരുണ്ട്. അവരവരുടെ ആ കുഞ്ഞിനെ വളർത്തുന്ന വിധം നമ്മളൊന്ന് നോക്കണം. ആ കുഞ്ഞിന് ഒരു കുറവ് വരാതെ, ഒരു ദോഷം വരാതെ, കയ്യിൽ നിന്ന് ഇറക്കാതെ അത്രത്തോളം ഒരു മാതാവാണെങ്കിൽ മാതൃസ്നേഹം, പിതാവാണെങ്കിൽ പിതൃസ്നേഹം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിൽ ഒത്തിരിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അകൃത്യം പിടിച്ച അല്ലെങ്കിൽ ദുഷ്ടത നിറഞ്ഞ ഒരു മനുഷ്യന് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടി ആ കുഞ്ഞിനെ ബലി കഴിക്കാൻ ആ മാതാപിതാക്കന്മാർ തയ്യാറാകുമോ? തയ്യാറാകുമോ? എന്നാൽ മനസ്സിലാക്കണം, ഏകജാതനേ ഉള്ളൂ. അവനെ നമുക്ക് വേണ്ടി തന്നൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. അതാണ് ആ സ്നേഹം. ആ പിതാവ് എന്നെ സ്നേഹിച്ചു, തന്റെ പ്രിയപുത്രനെ തന്നുകൊണ്ട് എന്നെ സ്നേഹിച്ചു. ഇത് പറയുമ്പോൾ നമ്മുടെ ഹൃദയവും കരളും അലിയുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നീ വീണ്ടും ജനിക്കണം. നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ക്രിസ്തുവിനെ മനസ്സിലാകാത്തത്. നിനക്ക് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാത്തത്. മകനെ മകളെ, നീ വീണ്ടും ജനിച്ചിട്ടില്ല. അതല്ലേ സത്യം. നീ വീണ്ടും ജനിക്കാത്തത് കൊണ്ടാണ് നിനക്കിത് മനസ്സിലാകാത്തത്. സ്നാനപ്പെട്ടോ എന്നല്ല ചോദിച്ചത്, നീ വീണ്ടും ജനിച്ചോ എന്നാ ചോദിച്ചത്. അപ്പോൾ വീണ്ടും ജനനം വന്നെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ വളരെ നമുക്ക് സുപരിതമായൊരു ഭാഗമുണ്ട്. നമ്മൾ ഈ ഭാഗം നമ്മൾ വരണം. സ്തോത്രം. നമ്മൾക്ക് ഈ ഭാഗം നമ്മൾ വരണം. നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തില് അതിന്റെ 16-ാം അധ്യായം, നമുക്കെല്ലാം പരിചയമായ ഭാഗമാണ് 16-ാം അധ്യായം അല്ലേ? അതിന്റെ 19 മുതൽ നമ്മൾ വായിക്കുമ്പോൾ രണ്ടുപേരെ അവിടെ കാണാം, ധനവാനും ലാസറും. ഇന്നെന്താ ഈ ധനവാനും ലാസറിനെയും കുറിച്ച് പറയാൻ കാരണമുണ്ട്. ദൈവ സ്നേഹം ഒരു വിഷയമാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, അല്ലേ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ധനവാന്റെ ലാസറിന്റെയും ഭാഗം ഇതൊരു കഥയല്ല, ഒരിക്കലും ഇതൊരു കഥയല്ല. കാര്യം ക്രിസ്തു തനിക്ക് മുമ്പേ ഈ ഭൂമിയിലായിരുന്ന രണ്ടുപേരുടെ കാര്യം റിപ്പോർട്ട്, കർത്താവിന് കഥ പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? ഒരിക്കലും കഥ പറയേണ്ട കാര്യം കർത്താവിനില്ല. കാര്യം കർത്താവ് ദൈവപുത്രനാകയാൽ തൻ്റെ മുമ്പിൽ വന്നതും താൻ കണ്ടതുമായ ഒരു കാര്യത്തെയാണ് കർത്താവ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ദൈവസഭയ്ക്കാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പല കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കണം. ഹല്ലേലൂയ. ധനവാനും ലാസറും നമ്മളെല്ലാം സമുദായത്തിൽ നിന്ന് വന്നതാണ്. വർഷങ്ങളായി കേൾക്കുന്ന ധനവാനും ലാസറും. പക്ഷേ അന്ന് വെളിപ്പെടാത്തത് ഇന്ന് പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം കേട്ടോ. അത് വീണ്ടും ജനിച്ചതിന്റെ തെളിവാണ്. വീണ്ടും ജനിച്ചത് കൊണ്ടാണ് കർത്താവ് മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുന്നത്. എന്താണ് ഈ ഭാഗം നമ്മൾ മനസ്സിലാകേണ്ടത്?
ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 19-ാം അധ്യായം, 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്നു വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. അവിടെ ഒന്ന് നിന്നേ. ആ 25-ാം വാക്യം മരണത്തിൽ അല്ലെങ്കിൽ യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാനോട് അബ്രഹാം പറയുന്ന കാര്യമാണ് അവിടെ കാണുന്നത്. അവിടെ പറയുന്ന കാര്യം എന്താണ്? മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും കണ്ടോ. അത് ഓർക്കണം. അത് ഓർക്കേണ്ടത് എപ്പോഴാ ഓർക്കുന്നത്? യാതനയിൽ കിടക്കുമ്പോഴാണ് ഓർക്കുന്നത്. എപ്പോഴാ ഓർക്കേണ്ടിയിരുന്നത്? ആയുസ് ദൈവം തന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. മകനെ, മകളെ, ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ ഓർത്തില്ല. ഈ ധനവാൻ അത് ഓർത്തില്ല. അവൻ ഓർക്കേണ്ടത് എപ്പോഴാണെന്നറിയാവോ? അത് കർത്താവ്, ഞാൻ ചോദിക്കട്ടെ, മരിച്ചു കഴിയുമ്പോഴും ഉപദേശം ഉണ്ടോ? ഉണ്ട്. പക്ഷേ നിനക്ക് ഗുണപ്പെടുന്നതല്ല കേൾക്കുന്നത്. നിന്റെ ആയുസ്സിൽ നീ ചെയ്ത തെറ്റിനെ ഓർപ്പിക്കുകയാണ് യാതനാ സ്ഥലത്ത്. അല്ല, ആശ്വാസം ഒരു വിധത്തിലും കിട്ടുന്നില്ല. ശ്രദ്ധിക്കണം. ആ വാക്കുകൊണ്ട് തീയിൽ കിടക്കുന്നവന്, വെന്തുരുകുന്നവന് ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല. കാരണം അവൻ യാതനാ സ്ഥലത്താകുമ്പോൾ യാതനാ സ്ഥലത്തിന്റെ നിലവാരത്തിലെ അവനോട് സംസാരിക്കാവുള്ളൂ. അവന് ലഭിക്കുന്ന യാതനയുടെ വാക്കുകൾ എന്താണ്? നിന്റെ ആയുസ്സിൽ നീ നന്മയും ഈ ലാസർ തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. കണ്ടോ, അവിടെ അവന്റെ ശരീരം വെന്തുരുകുന്നതിലും വലിയ തീയാണ് അവന്റെ ഉള്ളിലേക്ക്, അവന്റെ ചെവിയിലൂടെ കേൾക്കുന്നത്. ശ്രദ്ധിക്കണം. ഇന്ന് അനേക ചെവികൾ സത്യം കേൾക്കാതെ മൂടിയും മറച്ചും ഒളിച്ചും മുമ്പോട്ട് പോകുന്നവരെ കേൾക്കുക. നിന്റെ ചെവി മലർക്ക തുറക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണമേ, നീ നിന്റെ സഹോദരനെ സ്നേഹിച്ചേ മതിയാകത്തുള്ളൂ. നിന്റെ സഹോദരനെ സ്നേഹിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗം അങ്ങനെയല്ലേ? ഞാൻ പുതിയൊരു കൽപ്പന, ഇത് മറിക്കണ്ട, അവിടെ നിന്നോ. നമ്മൾ ഇവിടെ വായിക്കുന്ന എന്താണ്? കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുവാൻ വന്നിരിക്കുകയാണ്. ആ തരുന്നു. കണ്ടോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. കണ്ടോ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അബ്രഹാമിനെ അറിയാവുന്ന രണ്ടുപേര്, ഒരുവൻ അബ്രഹാമിന്റെ മടിയിലും മറ്റൊരുവൻ ജ്വാലയിലും കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ വീണ്ടും ജനനം പ്രാപിച്ചു വന്ന ആളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓട്ടം വളരെ ശ്രദ്ധിച്ചോണം. കേട്ടോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരായുസ് മുഴുവൻ ലാസർ പ്രാർത്ഥിച്ചിട്ടുണ്ടാ, ചിന്തിച്ചിട്ടുണ്ട, കർത്താവേ, നീ ഉയരത്തിലുണ്ട്, നീ ഒന്ന് കൽപ്പിക്കണം, എന്റെ അവസ്ഥയ്ക്ക് ഒരു സ്ഥിതി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഒന്നും പ്രാർത്ഥിക്കാതെയും ഒന്നും ചോദിക്കുവാനും കഴിയാതിരിക്കുമ്പോൾ നിനക്ക് നീതി നിഷേധിക്കപ്പെട്ട ഇടത്തൊക്കെയും സ്വർഗം ശ്രദ്ധ വെച്ച് കാണുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. കാര്യം കർത്താവിന്റെ കൽപ്പന എന്താ നൽകിയിരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരിക്കണം. തമ്മിൽ സ്നേഹിച്ചിരിക്കണം, അല്ലേ?
തമ്മിൽ സ്നേഹിക്കണോന്നേ. എന്താ കഴിയാത്തത്? രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്നവരോട് ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? അപ്പൊ നീ പറയും, അവന്റെ ഉള്ളിൽ ആയുധങ്ങളുണ്ട്, അവന്റെ നാവിൻ കീഴില് അണലി വിഷമുണ്ട്. ഇരിക്കട്ടെ, പക്ഷേ നീ അവനെ സ്നേഹിച്ചേ മതിയാകുമ്പോൾ. അത് കൽപ്പനയാണ്. ദാറ്റ് ഇസ് എ കമാൻഡ്മെന്റ്. മനസ്സിലായത്? ഒരു പുതിയ കൽപ്പനയാണ്. നീ നിന്റെ സഹോദരനെ സ്നേഹിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നിന്റെ സഹോദരൻ നിനക്ക് നേരെ ചെയ്യുന്ന ഒരു ദോഷവും നീ നോക്കരുത്. ഒരു എതിരായി പറയുന്ന വാക്ക് ശ്രദ്ധിക്കരുത്. നീ അവനെ സ്നേഹിക്കുക. കാരണം അബ്രഹാമിനെ അറിയാവുന്ന ഒരുവൻ തീജ്വാലേ കിടപ്പുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്ത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. എന്നെ ഇതൊന്നും അല്ല ചിന്തിപ്പിച്ച കേട്ടോ. ഇതൊക്കെ ചിന്തയിൽ വന്നു. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഭാഗം എന്നാന്നറിയാം. നമ്മൾ ആ ധനവാനൻ ലാസർ തുടർന്ന് വായിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. നമ്മൾ അതിന് കഴിയുമ്പോൾ നീ നന്മയും, അബ്രഹാം പറയുന്നു, മകനെ ഹല്ലേലൂയ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. അടുത്ത വാക്യം കണ്ടോ? ആശ്വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരായുസ്സിൽ 60, 70, 80 വയസ്സില് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട ചില ആശ്വാസങ്ങള് ലഭിക്കാതെ നമ്മൾ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആശ്വാസം തരുന്ന ഒരു നാട് നമുക്ക് വരുന്നുണ്ട്. അത് നിത്യമാണ് കേട്ടോ. സ്വസ്ഥത തരുത്താത്ത ഒത്തിരി പേര് കർത്താവിന്റെ നാമം അറിഞ്ഞവരുണ്ട്. അവരെ നമ്മൾ സ്നേഹിച്ചേ മതിയാകത്തുള്ളൂ. കൽപ്പന അതാണ്. പക്ഷേ നിനക്ക് സ്വസ്ഥത ലഭിച്ചില്ലെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ച് നീ സ്വസ്ഥമായിരിക്കാൻ ദൈവം ഇടവരുത്തും. അതുകൊണ്ട് നീ പ്രതികാരം ചെയ്യരുത്, നീ ദോഷം സംസാരിക്കരുത്, നീ അവരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇത് റെഡിയാണോ? നമ്മുടെ വിടുതലിന്റെ വചനം കേട്ടോണ്ടിരിക്കുന്നത്. വിടുതലിന്റെ വചനം കേട്ടോണ്ടിരിക്കുന്നത്. ഇതാണ് വിടുതല്, ഇതാണ് രക്ഷ, ഇതാണ് നമുക്ക് പുറപ്പാട് നൽകുന്ന വചനം. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ വായിൽ ദോഷമായത് പറയരുത്, ദോഷമായത് ചിന്തിക്കരുത്. നിങ്ങളുടെ സംഭാഷണങ്ങൾ സ്വർഗ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ പറയുമ്പോഴെല്ലാം കർത്താവ് ചെവികുത്തിയിരിക്കുക എന്നല്ല. ഏതൊരു കാര്യങ്ങളും ദൈവം ശ്രദ്ധയോടെ അതിന് ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കർത്താവ് പറഞ്ഞ ഈ ഭാഗം. നമ്മുടെ കോൺവെർസേഷനുകൾ കർത്താവ് കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. ഞാൻ പറയാൻ തെളിയിച്ചു തരാം. ഭാഗം വായിച്ച തുടർന്ന് വായിച്ചേ. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. വേദന അനുഭവിക്കുന്നു. ഓക്കെ. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. വിട്. പോട്ടെ, മുമ്പോട്ട്. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അടുത്ത്. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഒരായുസ്സിൽ നീ ആഗ്രഹിക്കാത്ത കാര്യം ആയുസ്സിന് ശേഷം നീ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുക. നീ ഒരു ആയുസ്സിൽ പറയേണ്ടത്, നിന്റെ ആയുസ്സിൽ നീ സംസാരിക്കേണ്ടത്, നിന്റെ ആയുസ്സിൽ നീ നാവെടുത്ത് സംസാരിക്കേണ്ടത് നീ സംസാരിച്ചില്ല. ഇപ്പോൾ നീ അവസരം തേടുകയാണ്, പക്ഷെ രംഗം മാറിപ്പോയി, അവസരങ്ങൾ നഷ്ടമായി പോയി. എന്റെ അപ്പന്റെ വീട്ടിലേക്ക് ഇവനെ വിടണം. ഞാൻ ചോദിക്കട്ടെ, ഈ ലാസർ ജീവനോടിരുന്ന നിന്റെ അപ്പന്റെ വീട്ടിലെത്തിക്കുവോ? കേറ്റുവോ? പറയുവോ? ഇല്ലല്ലോ, അങ്ങോട്ട് കയറ്റത്തില്ലല്ലോ. ഇപ്പോൾ നിനക്ക് ബോധോദയം വന്നല്ലേ? അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. നരകത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? ഈ ഭൂമി വെച്ച് മനസ്സിലാകാതിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടേ, തിരിച്ചറിയാതിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് നിനക്ക് മനസ്സിലാകാനും തിരിച്ചറിയാനും ഈ ഉതകുന്ന സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്. നിനക്കെല്ലാം മനസ്സിലാകുന്ന സ്ഥലമാണ് നരകം. ഈ ആയുസ്സിൽ വചനം പറഞ്ഞാൽ കേൾക്കാത്തവൻ, ഉപദേശം പറഞ്ഞാൽ കേൾക്കാത്തവൻ, കൃപ പ്രാപിക്കാത്തവൻ, അഭിഷേകത്തിന്റെ നിറവിൽ ഇരിക്കാത്തവൻ, സത്യം സംസാരിക്കാത്തവൻ, ഫലമില്ലാത്തവൻ, ഇവർക്കിതെല്ലാം വേണമെന്ന് കൊതിയോടെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേര് നരകമെന്നാണ്. നീ കൊതിയോടെ പറയും, കൊതിയായിരിക്കും നിനക്ക്. ഇത്ര മനുഷ്യൻ
ഇവനെ ഈ രൂപത്തിലെടുത്ത് സഭായത്തിൽ കൊണ്ടായിട്ടാണല്ലോ എല്ലാവരും അഭിഷേകം പ്രാപിക്കും, ശരിയല്ലേ? പക്ഷെ ഇവന്റെ ഒരു കാര്യമുണ്ട്, ഇനി അതാ പറയാൻ വരുന്നത്. അപ്പന്റെ വീട്ടിൽ അവനെ അയക്കണേ. വായിച്ച തുടർന്ന് വായിച്ചേ. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ കാര്യം കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്ന ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞേ? ഓ, ഭയങ്കര ഒരു ഉണർവല്ലേ അത്. ഇവന്റെ വായിന്ന് വീണതിന്റെ പേരാ ശരിക്കും ഉണർവ്. പക്ഷെ അവനത് പറയേണ്ടത് ഭൂമിയിൽ ഇരുന്നാ പറയേണ്ടിയിരുന്നു. മനസ്സിലായോ? അവൻ പറയേണ്ടിയിരുന്നത് ഭൂമിയിൽ ഇരുന്ന, നരകത്തിലിരുന്നോണ്ട് എത്ര ഉണർവുണ്ടാക്കിയിട്ടും സ്തോത്രം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവിടെ പപ്പ ഒരു കാര്യം ഉറപ്പാ, ഇവിടെ ഇരുന്ന് ആ മൂഢത കളിക്കുന്നവനെല്ലാം നരകത്തിലിരുന്ന് നല്ല ഉണർവായിരിക്കും. ഭയങ്കര എന്താ പറയുന്നത്, സിയോൻ ഗീതത്തിലെ എല്ലാ പാട്ടും കേൾക്കാൻ നരകത്തിൽ ചെന്നാണ് അല്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായത്. ഞാനിത് ധ്യാനിച്ചപ്പോ ദൈവമേ, ഇത്ര ആഴമായിരുന്നു ഇതിന്റെ അകത്ത്. ഇനി പോരാ, ഇനി വിഷയം കിടക്കുന്നത് അങ്ങോട്ട് വരുന്നുണ്ട്. അതൊക്കെ കിടന്നു അങ്ങോട്ട് ചെന്നാലും നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോ വായിച്ച വാക്യം എന്താണ്? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അടുത്തത് അബ്രഹാം അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്ക, അടുത്ത എന്താ വായിക്കുന്ന? കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഒരു ചോദ്യം കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ധനവാൻ ഒരു നല്ല മനുഷ്യനായിരുന്നോ? പറ, നല്ലൊരു മനുഷ്യനായിരുന്നോ? നമ്മുടെ മനസ്സിലുള്ളൊരു ധനവാനുണ്ട്, അതല്ല ഇത്. ഇങ്ങനൊരു നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. എല്ലാ യോഗത്തിനും പോകും, എല്ലാ സഹായവും ചെയ്യാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മോശയും പ്രവാചകന്മാരെ കുറിച്ച് അറിവുള്ളവനായിരുന്നു. കാര്യം അവരവിടെ ഉണ്ടല്ലോ എന്നല്ലേ പറഞ്ഞേ. ഇവന് മനസ്സിലാകുന്നവരുടെ കാര്യമല്ലേ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ അകത്ത് ഈ മനുഷ്യൻ നല്ലവനായിരുന്നു. കാരണം എന്നാണെന്നറിയാവോ? ശ്രദ്ധിക്കണേ, ഇവന്റെ സഹോദരന്മാരെ എല്ലാം സ്നേഹിക്കുന്നില്ലേ? അപ്പന്റെ വീട് നല്ലപോലെ നോക്കുന്നില്ലേ? എത്രയോ പേര് പെന്തക്കോസ്തി വന്നിട്ട് സ്വന്തം കുടുംബം നോക്കാൻ നടക്കുന്നുണ്ട്. സ്വന്തം കുടുംബം നോക്കാതെ, ഭാര്യയും മക്കളെ നോക്കാത്ത എത്ര പേര് നടപ്പുണ്ട്, ചുമ്മാ നടപ്പുണ്ട്. ഇതൊന്നും അല്ല വിഷയം. കാര്യം ഇതൊക്കെ വിഷയമാ. എന്നാൽ ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഈ മനുഷ്യനൊരു നല്ല മനുഷ്യരായിരുന്നു, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവനായിരുന്നു. എന്നാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാനും എൻ്റെ കുടുംബവും മാത്രം മതി. പുറത്ത് കിടക്കുന്ന ലാസർ വിഷയമല്ലേ? ഞാനും എൻ്റെ കുടുംബവും മാത്രം സെറ്റപ്പായാ മതി. പുറത്ത് കിടക്കുന്ന ലാസർ എനിക്ക് വിഷയമല്ല. ഞാൻ പറയാം, അവരുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത്, നിങ്ങൾ അടുത്ത ആ ഭാഗം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നതിന് അബ്രഹാം അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ മറുപടി എന്താ? അതിനവൻ ശ്രദ്ധിക്കണേ, അതല്ല. അവിടെ പറയുന്ന മോശയും പ്രവാചകന്മാരും അവിടെ ചെന്നാല് മതി എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മോശയും പ്രവാചകന്മാരെ കുറിച്ച് ഭൂമിയിൽ ഇരുന്നോണ്ടൊരു ചോദ്യം ഈ ധനവാന്റെ വീട്ടുകാരോട് ചോദിക്കാം, സഭയിലെ ഉപദേശി എങ്ങനെയുണ്ട്? ഓ, ഇത്രയും കൃപയില്ലാത്തൊരു മനുഷ്യൻ. പാസ്റ്റർ എങ്ങനെയുണ്ട്? ഓ, അങ്ങേർക്കൊരു വരവൊന്നുമില്ലെന്നേ, ചുമ്മാ ഒടുക്കത്തെ കുറച്ച് വചന ശുശ്രൂഷയുണ്ട്, അതും കഴിഞ്ഞ മനുഷ്യന് പാടാന്ന് മനസ്സിലാക്കണം. അവൻ എന്താ പ്രതീക്ഷിക്കുന്നത്? അവൻ പ്രതീക്ഷിക്കുന്നത് ഭയങ്കര ഉണർവാണ്. പക്ഷേ സ്വർഗം ഇവിടെ പറയുന്നത് കേട്ടോ, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ മോശയും പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന സഹോദരങ്ങളല്ല ഇവനുള്ളതെന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ വചന ശുശ്രൂഷ നടത്തുമ്പോൾ വാച്ച് പൊക്കി പിടിക്കുന്നവനും തെറി പറയുന്നവനും ഇതെല്ലാം കൊണ്ട് കൂട്ടി വെച്ചിട്ട് പൊതുയോഗം നടക്കുമ്പോൾ അടിയുണ്ടാക്കുന്നവനുമായിരുന്നു ഇവന്റെ സഹോദരങ്ങള്. അതല്ലേ അതിന്റെ എക്സ്പ്ലനേഷൻ? അതിന്റെ പൊരുൾ അതല്ലെങ്കിൽ പറയുന്നതാണ്. ഒന്ന്, അത്
അതിലൊക്കെ മുഖ്യമൊരു വിഷയമുണ്ട്. മോശയും പ്രവാചകന്മാര് ചെന്നിട്ട് പറയട്ടെ എന്ന് പറയുമ്പോ അടുത്തത് പറയുന്ന അല്ലല്ല പിതാവേ, അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരായുസ് മുഴുവൻ ധനവാനിരുന്നു പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു തന്റെ കുടുംബത്തിന് വേണ്ടി. ഇവന്മാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഇവന്മാർക്ക് വേണ്ടിയെല്ലാം ഉപവാസം നടക്കുന്നുണ്ട് ആ വീട്ടിൽ. പക്ഷേ ഇവന്മാർ ഒറ്റ എണ്ണം പ്രാർത്ഥിക്കാത്തവന്മാരായിരുന്നു. ഒരെണ്ണം സ്തോത്രം പറയാത്തവനായിരുന്നു. ഒരെണ്ണത്തിന്റെ മേലെ അഭിഷേകമില്ല. ഇപ്പൊ വിഷയം എന്താണെന്നറിയാം? അപ്പന്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവങ്ങളെല്ലാം കൂടെ ഇവിടെ വരരുത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരു ശ്രദ്ധിച്ചോ, ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഈ അബ്രഹാം പറഞ്ഞത് എന്താ? മോശയും പ്രവാചകന്മാരും അവിടെ. അതിനർത്ഥം എന്നാ? മോശയും പ്രവാചകന്മാരെയും ഇവന്മാർ അംഗീകരിക്കുന്നില്ല, ഈ ചെറുക്കന്മാർ അംഗീകരിക്കുന്നില്ല, ഇവന്റെ സഹോദരന്മാര് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കും അബ്രഹാം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവിടെ ഇതേ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ, അത് കേട്ട് വരാൻ പറ്റുമെങ്കിൽ വന്നാ മതി. മനസ്സിലായോ? അവരത് കേട്ട് അംഗീകരിച്ച് വരണമെന്നുണ്ടെങ്കിൽ വന്നാ മതി. നിന്റെ സഹോദരന്മാരാന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതയില്ല. അതിലെല്ലാം വലിയൊരു കാര്യമുണ്ട്. ഇവിടെ മനസ്സിലാക്കണം, നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ധനവാന്റെ കുടുംബക്കാരുടെ ആത്മീക സെറ്റപ്പില്ലേ, അവൻ പോകുന്ന സഭ, കൂടുന്ന കൂട്ടായ്മ, കേൾക്കുന്ന പ്രസംഗമൊക്കെ, അതെല്ലാ കാര്യങ്ങളെ കുറിച്ച് സ്വർഗത്തിന് നല്ല അറിവുണ്ട്. അബ്രഹാമിന്റെ വഴിയിലിരിക്കുന്ന ലാസറിനും അറിയാം, അതിനുപരി കർത്താവിന് നല്ലപോലെ അറിയാം. ഇവർക്ക് എന്ത് കൊടുക്കണമെന്ന് ആർക്കറിയാം? സ്വർഗത്തിലെ ദൈവത്തിന് നല്ലപോലെ അറിയാം. അതായത് ഒരു കാര്യം, ആക്സിഡന്റൽ ആയിട്ട് ഒന്നും നടക്കുന്നില്ല. ഒരുവൻ കാലങ്ങളായിട്ടിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നീ ഉറങ്ങാനുള്ള വചനം കേട്ടോണ്ടായിരിക്കുന്നത്. നീ മാനസാന്തരപ്പെടേണ്ട, നീ ഇതുവരെ അത് കേൾക്കാതെ മറ്റു പലരുടെ കുറവും കുറ്റവും കണ്ടോണ്ടായിരിക്കുന്നെങ്കിൽ ഇത് ദൈവം അനുവദിച്ചിട്ടാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയാവോ? കർത്താവേ ഹല്ലേലൂയ, ഒരു വലിയ ഉണർവ് നൽകണേന്ന്. ആ പ്രാർത്ഥന ദൈവസന്നിധി ഇൻവാലിഡ് ആണ്. കാരണം കർത്താവ് നിന്റെ ചുറ്റും വെച്ചിരിക്കുന്നതിലൂടെ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. നീ പ്രവേശിക്കാതെ വണ്ണം കർത്താവ് നിന്നെ നീ രക്ഷിക്കപ്പെടാതെയും മാനസാന്തരപ്പെടാതെയും വണ്ണം നീ ഇരിക്കുകയാണ്. നാളെ ഉണർവ്, നാളെയാണ്, നാളെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ലോട്ടറി പോലെ അല്ലേ? നാളെയാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ ചുറ്റും നമ്മുടെ ആത്മീക പശ്ചാത്തലം പോരാത്തതാണ് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ദൈവം നിന്റെ സ്ഥിതി മാറ്റത്തില്ല. നീ ഒരു 4-5 വണ്ടി മേടിച്ചേക്കും, കൂടുതൽ വലിയൊരു വീട് പണിതൊന്നിരുന്നേക്കും, ഇനി നീ പോയതിരിക്കും വിദേശയാത്ര. പക്ഷെ നിന്റെ ആത്മീക പശ്ചാത്തലത്തിന് മാറ്റം വരുവാൻ ദൈവം പദ്ധതി ഇടുന്നില്ല. കാരണം ഇത് നീ അംഗീകരിക്കുന്നില്ല. നീ അംഗീകരിക്കാതെ വെച്ചിരിക്കുന്ന ഇത് നിന്റെ മുമ്പിൽ ഇടർച്ചയായി തീരുകയാണ്. കാരണം നീ അവയെ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ നീ ദൈവരാജ്യത്തിൽ വരരുത്. ക്ലിയർ ആയിട്ട് ഒരായുസിൽ തിന്മ അനുഭവിക്കുവാൻ ദൈവം ലാസറിന്റെ മുമ്പിൽ അനുവദിച്ചു. ഒരു ഉദ്ധാരണമോ മനുഷ്യന് കൊടുത്തില്ല, ഒരു വിടുതലും കൊടുത്തില്ല, ഒരു ഉയർച്ചയും കൊടുത്തില്ല, ഒരു സാഹചര്യവും വ്യത്യാസമാക്കിയില്ല. കാരണം വലിയൊരു നന്മ മുൻകണ്ടിരുന്നു, വലിയൊരു അതിശയം ദൈവം മുൻകണ്ടിരുന്നു. ആർക്ക് വേണ്ടി? ലാസറിന് വേണ്ടി മുൻകണ്ടിരുന്നു. അതുകൊണ്ട് ലാസർ സ്വർഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നീ കിടക്കുന്ന ധനവാന്റെ ഭവനം വളരെ സെറ്റിലാകണം, സെറ്റപ്പ് ആകണം. എല്ലാ ദിവസവും ധനവാന്റെ വീട്ടിൽ പ്രവാചകന്മാർ വന്നു പോയിക്കൊണ്ടിരിക്കും. അവിടെ പ്രാർത്ഥനയും മീറ്റിംഗും നടക്കും. നീ പുറത്ത്. ഞാൻ പറയാം, കർത്താവിന്റെ കൽപ്പന എന്നാ പറഞ്ഞിരിക്കുന്നു? നിങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞ എന്താ? ഞാനൊരു കാര്യം പറയാം, നിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈ ലാസറിനെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നൊന്ന് പ്രാർത്ഥിപ്പിച്ചേ, നിന്റെ ഭവനത്തിൽ ഈ സഹോദരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തമായ സന്ദർശനം വരും.
ഇന്ന് പലതും ദൈവപ്രവൃത്തി വെളിപ്പെടാത്ത എന്നാന്നറിയാവോ? ലാസർ ഇന്നും പുറത്ത് കിടക്കുക. ലാസർ ഇന്നും പുറത്ത് കിടക്കുക. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കാത്തത്. ലാസറേ, നിന്നെ എന്ന് ഈ ഭവനത്തിൽ കയറ്റി നിന്റെ വായിൽ നിന്ന് മാനസാന്തരം കൊണ്ട് ഗുണപ്പെടാതെ കിടക്കുന്ന ഈ ജനം മാനസാന്തരപ്പെടുന്നില്ല. ആര് പ്രാർത്ഥിക്കണം? ലാസർ പ്രാർത്ഥിക്കണം. ലാസർ പ്രാർത്ഥിക്കണം. ഒരായുസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നവരിലൂടെ ഒന്നുമല്ല കേട്ടോ ദൈവം വിടുതൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നവരോ നമ്മൾ നോക്കിയിരിക്കുന്നവരിലൂടെ ഒന്നുമല്ല ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുന്നത്. അവരെയൊക്കെ പറഞ്ഞു വിട്ടേര്, ഗുഡ് ബൈ പറഞ്ഞേക്ക്. നമ്മൾ ചിന്തിച്ചോണം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാട്ടോ, ഇവിടെ ആളില്ല, നമ്മളേ ഉള്ളൂ. ഓ, നമ്മൾ പ്രാർത്ഥിക്കുക, ജനം നിറഞ്ഞു കയറി, ഇത് നടക്കത്തില്ല. എവിടെ നിന്നോ ഒന്ന് ചിന്തിക്ക. അബ്രഹാം ലാസറിന്റെ അടുക്ക നിന്നുകൊണ്ട് ഇതൊന്ന് നോക്കിക്കേ. ധനവാന്റെ വീട്ടുകാരുടെ കാര്യം എന്താ പറഞ്ഞേ? അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അവിടെ വന്ന പ്രവാചകന്മാരിലോ പ്രവചനമോ ആത്മീക ശുശ്രൂഷയോ അംഗീകരിക്കത്തില്ല. അങ്ങനെയുള്ള സഹോദരന്മാരാണത്. മനസ്സിലായി? അവരുടെ ചുറ്റുപാടും ദൈവം വെച്ച വ്യവസ്ഥകളൊന്നും ഇവര് പരിഗണിച്ചിട്ടില്ല. എനിക്കറിയാം പെന്തക്കോസില അനേകർ ദൈവം വെച്ച വ്യവസ്ഥകളെ പരിഗണിക്കാതെ മത്സരിച്ച് സ്റ്റെപ്പുകൾ വെക്കുന്ന എത്ര പേരുണ്ട്. അനേകരിന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ആ വ്യക്തിക്ക് ഒരു മാറ്റം വരുന്നത്. വെറുതെ സമയം കളയരുത്, വെറുതെ സമയം കളയരുത്. ഇത് വെച്ച് നിങ്ങൾ നോക്ക. നിന്റെ മകൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം എന്നാണെന്നറിയാവോ? അവൻ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല. നിന്റെ വീട്ടുകാര് ദൈവത്തെ അന്വേഷിക്കുന്നില്ലെങ്കിൽ കാരണം ദൈവത്തെ അവൻ സ്നേഹിക്കുന്നില്ല. അതല്ലേ യാഥാർത്ഥ്യം? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു. അതിന് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാവോ? നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത് അതിനവർ അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടും. അപ്പൊ അത് ഞാൻ ഒരു കാര്യം പറയും. ഈ മനുഷ്യന്റെ പ്രാർത്ഥന എന്നായിരുന്നു അറിയാവോ? കർത്താവേ, എന്റെ വീട്ടിൽ ഒരു കാണപ്പെടുന്ന ഒരു അത്ഭുതം നീ നടത്തണം. സ്തോത്രം. ഒത്തിരി പാസ്റ്റർമാർ ഇതിനു വേണ്ടി നടക്കുന്നുണ്ട്. അവരെല്ലാം ഇങ്ങേരുടെ കൂടെ പോയിരിക്കാൻ പോവാ. കർത്താവെ, വലിയൊരു അത്ഭുതം. എത്ര ആ അത്ഭുതത്തിന്റെ റേഞ്ച് എന്ന് പറയാമോ? ഏറ്റവും കുറഞ്ഞത് ചത്തവർ എഴുന്നേറ്റ് നിൽക്കണം. എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം എന്നറിയാമോ? ഞങ്ങള് വലിയ പുള്ളികളാന്നാ പറയുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിരിക്കുന്നവരെല്ലാം വലിയ പുള്ളികളാ. അവർക്ക് ഈ പുറകിൽ അനങ്ങാതിരിക്കുന്നുണ്ടല്ലോ, കച്ചായന്മാരുണ്ടല്ലോ, ഇടി വെട്ടിയ ഇളിച്ചോണ്ടിരിക്കുന്ന ടീംസ് ഉണ്ട് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവരൊക്കെ മാനസാന്തരപ്പെടുന്ന ആരുടെ വിഷയമാ? ധനവാന്റെ വിഷയമാ. കാരണം എന്നാ? കാണപ്പെടുന്ന ഒരു അത്ഭുതത്തിനായിട്ട് എല്ലാവരും വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ച് റൈറ്റ് നോ ആരെ ഉദ്ദേശിച്ചാണ്? പുറകെ കുറെ പേരിപ്പുണ്ട്, അവര് വരണം. അതിനാ നീ വിളച്ചില് കാണിക്കുന്നത്. വചനം കണ്ടോ? അവരാരും പോകത്തില്ല. അവിടെ ഒരു അത്ഭുതം നടക്കാനും പോകുന്നില്ല. ഇങ്ങനെ ചത്തു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വീട്ടിൽ കുറച്ചും കൂടെ പ്രോസ്പെരിറ്റി അങ്ങ് വർദ്ധിച്ചു. പ്രോസ്പെരിറ്റി തിയോളജിയുടെ ഒരു വലിയ പ്രശ്നമാണിത്. ഹല്ലേലൂയ. പ്രോസ്പെരിറ്റി തിയോളജിയുടെ ഒരു വലിയ പ്രശ്നമാണ്. ആമേൻ. ആ ഭാഗം നമുക്കൊന്നും കൂടെ വായിക്കാം. വായിച്ചോ? അതിന് അവൻ അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത് വായിച്ചപ്പോ എന്റെ ഉള്ളിലേക്ക് പോയൊരു കാര്യം എന്നാന്നറിയോ? എന്താണെന്നറിയാവോ? ഞാൻ പറയും, ഇത് ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ഒന്ന് ഉറങ്ങുന്നതിൻ്റെ അകത്ത് ഒരു അത്ഭുതമില്ല കേട്ടോ. ഈ കൂട്ടത്തിൽ പോകാനുള്ള കൊണ്ടൊക്കെ സൂക്ഷിച്ചോ. ഒന്നും പേടിക്കില്ല. ഈ വചനം കണ്ടല്ലോ. തന്നെ ഇരുന്ന് ചിന്തിച്ചോ. ആളറിയ ആ വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തോട് ഇടപെട്ടൊരു കാര്യമുണ്ട്. ആ ഭാഗം എന്താണെന്നറിയാം? അവിടെ വായിക്കുന്നത് എന്താണ്? അവനോട് അവൻ മോശയുടെയും പ്രവാചകന്മാരുടെ വാക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകുന്നറിയോ? ഒരു കാര്യം ശ്രദ്ധിച്ചേ.
സ്വർഗത്തിന് കൃത്യ റിപ്പോർട്ട് കയ്യിലുണ്ട്. ഇവര് കേൾക്കാതെ ഇരിക്കുന്ന സഹോദരന്മാരുടെ കാര്യമാണ് ഇവൻ ഈ നരകത്തിലിരുന്ന് പറയുന്നതെന്നുള്ളത് കൃത്യമായിട്ട് സ്വർഗത്തിനറിയാം. കഴിഞ്ഞ മീറ്റിംഗ് നടന്നപ്പോഴും ദൈവത്തിന്റെ ദാസന്മാര് വചനം പറഞ്ഞപ്പോൾ ഇവന്മാര് യോഗത്തിന്റെ ഇടയിൽ ഇറങ്ങിപ്പോയവന്മാരാണ്. കഴിഞ്ഞിട്ട് കയറി വന്നിട്ട് തുറന്നുള്ള പബ്ലിക്കായിട്ടുള്ള ഫുഡിന്റെ സമയത്ത് ബിരിയാണി തിന്നാൻ വേണ്ടി കയറി വന്നവന്മാരാണ്. ഇവരൊരു വചനം ഏറ്റെടുക്കത്തില്ലെന്നുണ്ട് ദൈവത്തിന് നല്ലപോലെ അറിയാം. ഈ പൊട്ടന്മാര് എന്നും വേഷം കെട്ടി സഭായോഗത്തിനും മീറ്റിങ്ങിനും പോകും. പൊട്ടന്മാര് അല്ലേ? കർത്താവ് പറയുന്ന അവര് ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന കാര്യം രണ്ട് പ്രധാനപ്പെട്ട കാര്യം അവിടെ വായിക്കുന്നത്, അപ്പൊ കേൾക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിലും ദൈവം ഇടപെട്ടപ്പോൾ അവര് കേട്ടിട്ടില്ല, അനുസരിച്ചിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ലെന്നത് ദൈവത്തിന് നല്ലപോലെ അറിയാം. കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ പോലും ഒരു കേട്ടിട്ടില്ല. ഇവൻ പറയുന്നതല്ല, ഇവൻ പറയുന്നത് എന്നാന്നറിയാവോ? കർത്താവെ നീ കാണുന്നൊന്നുമല്ല ഞാൻ കണ്ടതെന്നാ പറയുന്നത്. കർത്താവ് പറയുന്നത് എന്നാന്നറിയാമല്ല, അപ്പൊ ധനവാനെ നീ കണ്ടതല്ല സ്വർഗം കണ്ടത്. ഇതാ തിരിച്ചു പറയുന്നത്. ധനവാൻ പറയുന്നത് കർത്താവെ നീ കാണുന്നതല്ല ഞാൻ കണ്ടത്. കർത്താവ് തിരിച്ചു പറയുന്നത് നീ കണ്ടതല്ലടാ ഞാൻ കണ്ടത്. നമ്മൾ പലരും കാണുന്നതല്ല ദൈവം കാണുന്നത് കേട്ടോ. പുറത്ത് അങ്ങനെ ഇരിക്കണം. നമ്മൾ പലരും കാണുന്നതല്ല ദൈവം കണ്ടത്. കർത്താവ് കണ്ടത് എന്താന്നാ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത്. തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം. ആ വാക്യം പറഞ്ഞപ്പോ എന്താണെന്നറിയാവോ? അവിടുത്തെ വായിച്ചത് അവരോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തർ എഴുന്നേറ്റ് എന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങർക്ക് എന്നെ ഇത്ര തിരക്ക്? എന്തായാലും ഈ ധനവാൻ ഇത്ര തിരക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കൊരു കാര്യം മനസ്സിലായി, ശ്രദ്ധിക്കണേ. അവന്റെ വീട്ടിലെ മീറ്റിങ്ങിനെ കുറിച്ചും അവിടെ വന്ന് പ്രസംഗിച്ച് ശുശ്രൂഷ പ്രവാചകന്മാരെ കുറിച്ചും അവിടെ അവരുടെ സ്വഭാവത്തെ കുറിച്ചും ഇവനോടുള്ള വിധത്തെ കുറിച്ചൊക്കെ നല്ലപോലെ സ്വർഗം അവിടെ കണ്ടുകൊണ്ടും അതിനൊത്തവണ്ണമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ധനവാൻ കണ്ടപ്പോൾ ധനവാൻ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ മച്ചമ്പികൾക്ക്, അളിയന്മാർക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക് ആയുസ് അധികം ഇല്ലെന്ന് മനസ്സിലായി. കണ്ടോ? അധികം നാള് മക്കൾക്ക് ഭൂമിയിൽ അവസരമില്ല. കാര്യം ഈ ശരീരം വിട്ട് അവിടെ ചെന്നപ്പോ ധനവാന് മനസ്സിലായി, ഞാനിവിടെ വന്നെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവന്മാരുടെ റേഞ്ച് എന്നാന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ എത്തി ഇത്ര അനുഭവിച്ചെങ്കിൽ അവന്മാരെവിടെ എത്തുമെന്നും അറിയാം. മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട വേറൊരു വലിയ സത്യമുണ്ട്. ഈ നമ്മൾ ശരീര രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് നമ്മൾ അവിടെ നിന്ന് മടങ്ങി ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വരുന്നതാണ് മഹത്വ പ്രത്യക്ഷത. അവിടെ ചെന്ന് ഞാനിരിക്കുന്നിടത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു അവിടെ പോയി അധികം കാലങ്ങളില്ല. കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഭൂമിയിലെ സമയം തീരുകയാണ്. 7 വർഷം ചടയം തീരും ഈ ഭൂമിയിൽ. അങ്ങനെയാണ് നിത്യതയെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ധനവാൻ നരകത്തിൽ ചെന്ന് അവിടെ വസിക്കുമ്പോൾ അത് നിത്യതയാണ്. അവിടെ ചെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ അടുത്തിരുന്ന എന്താ നല്ല 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 പ്രായത്തിലിരുന്നവന്മാരൊക്കെ മൂത്ത് നരച്ചിരിക്കുന്ന രംഗം കാണുന്നത്. ക്ഷണ നേരം കൊണ്ട്. അപ്പൊ അവര് വേഗത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, അവിടെ ചെന്ന് വേഗം തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന അടുത്ത നിമിഷത്തിൽ തന്നെ ഇവൻ അയക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് പ്രായമാകുന്ന വലിയ ഒരു ഭയാനക രംഗമാണ് അവിടെ കാണുന്നത്. നമ്മൾ ഇവിടെ ഭൂമി സ്ലോ ആയിട്ടാ പോകുന്നത്. 365 ദിവസം എടുത്താ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വർഷങ്ങളും കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ കാഴ്ച ആത്മ ശരീരത്തോടു കൂടെ ഇരുന്ന് ഇവൻ കാണുക. അതുകൊണ്ടാണ് അവൻ തീരുന്നതിന് മുമ്പേ വേഗത്തിൽ ഇവരെ അങ്ങോട്ട് അയക്കണം. കണ്ടോ? തിടുക്കം മനസ്സിലായോ? അവിടെ അധികം ദിവസങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചല്ല, വേഗത്തിലത് ചെയ്യണം, വേഗത്തിലത് ചെയ്യണം. ഒരായുസ് മുഴുവനും ധനവാൻ അവന്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചത് നടക്കാത്ത കാര്യമാണ് നരകത്തിൽ ചെന്ന് കടന്നുകൊണ്ട് പറയുന്നത്. ഒരുത്തനെ അയക്കണം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് തന്നെ അയക്കണം. അവിടെ പോയി പറയണം. മനസ്സിലാക്കണം. സ്തോത്രം. കർത്താവ് അവന്റെ പ്രമാണം നൽകിയിട്ടുണ്ടെങ്കിൽ, കൽപ്പന നൽകിയിട്ടുണ്ടെങ്കിൽ അത് വിട്ട് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. സ്തോത്രം. നമുക്ക് മടങ്ങി വരാം. നമുക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷത്തില്
സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 13-ാം അധ്യായം അതിന്റെ 34-ാം വാക്യമാണ് വായിച്ചത്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ശ്രദ്ധിക്കണം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അടുത്തത് എന്ന് തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഇത് ശ്രദ്ധിക്കണം, നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരാകുകയാണ് വേണ്ടത്. വിശ്വാസി എന്നൊരു ലേബല് ബൈബിൾ ഒരിടത്തുമില്ല. വിശ്വാസിയുടെ പ്രത്യേകത എന്താണെന്നറിയാം? ഇടയ്ക്ക് സഭായോഗത്തിന് പോകാം, ബഹളമുണ്ടാക്കാം, കൗൺസിൽ മെമ്പർ ആകാം, ആളെ പാസ്റ്റർക്കിട്ട് പാരവെക്കാം. ഇതൊക്കെയാണ് വിശ്വാസിയുടെ സ്വന്തം. ശിഷ്യൻ എന്ന് പറഞ്ഞ ഈ പണിയൊന്നും പറ്റില്ല. കൽപ്പനകൾ അനുസരിക്കുകയും അവന്റെ ജീവിതം ദൈവവചനത്താൽ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഒരു ശിഷ്യന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മറ്റ് പരിപാടിക്ക് പോകാൻ പറ്റില്ല. നിനക്ക് ശിഷ്യനാകണോ എന്നുള്ളതാണ് വിഷയം. ശിഷ്യനാണെങ്കിൽ കർത്താവ് വന്ന് പേര് ചൊല്ലി നിന്നെ വിളിച്ചതാണ്. കർത്താവ് അവന്റെ വീട്ടിൽ നിന്നെ ചാകും. ഏതു വേണം? ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ. തീർക്കാം. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കുവാൻ കഴിയാത്തത് എന്ത്? ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വച്ചു കളയും എന്ന് പറഞ്ഞു. കണ്ട, ജീവനെ വെച്ച് കളയാൻ പറ്റും, പക്ഷെ സ്നേഹം ഉണ്ടാകണമെന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി എത്ര വീരകൃത്യങ്ങൾ ചെയ്യും, സ്നേഹം ഉണ്ടാകണമെന്നില്ല. എത്ര ശക്തമായ ശുശ്രൂഷ നടക്കും, സ്നേഹം ഉണ്ടാകണമെന്നില്ല. ആമേൻ. 14-15 മുതൽ വായിച്ചേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. കണ്ടോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. ആ കർത്താവിന്റെ പുതിയൊരു കൽപ്പന നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതാണ്, അല്ലേ? അടുത്തത് വായിച്ചേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ സ്തോത്രം. അവിടെ പറയുന്നത് ഞാൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇവിടെ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നതിന്റെ ഉദ്ദേശം എന്നാണ്? അവൻ നമ്മളോടുകൂടെ എന്നേക്കും ഇരിക്കണം. അവന്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ അനുസരിക്കാൻ കഴിയത്തില്ല. അനേകരിൽ പരിശുദ്ധാത്മാവില്ലാതെയാണ് ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവര് ഈ ഞാൻ പറഞ്ഞിട്ട് അഗാപ്പെ വെളിപ്പെടുത്തണമെന്നെങ്കിൽ പരിശുദ്ധാത്മാ വേണം. 2-3 തരത്തിലുള്ള സ്നേഹമാണ്. ഒന്ന് അഗാപ്പെ, ഒന്ന് ഇറോസ്, അടുത്തത് ഫിലയോ. 3 തരത്തിലുള്ള സ്നേഹമാണ്. ഫിലയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കണം, മാതാപിതാക്കന്മാരോടുള്ള, ഗുരുക്കന്മാരോടുള്ള ഒരു സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഫിലയോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും തമ്മിലുള്ള ആ വികാരത്തിനാണ് ഇറോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സ്വന്തം അഗാപ്പെ എന്ന് പറയുന്നത് ദൈവപുത്രനെ സ്വന്തം പാപികൾക്ക് വേണ്ടി പിതാവ് നൽകിയ സ്നേഹമുണ്ട്. അത് ഭൂമിയിൽ ഒരിടത്തുമില്ല. അത് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ പേര് അഗാപ്പെ എന്ന. അത് പരിശുദ്ധാത്മാവ് മാത്രമേ തരത്തുള്ളൂ. നമുക്ക് വേണ്ടത് ഈ അഗാപ്പയാണ്. അത് നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകുമ്പോൾ അവിടെ വായിക്കുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ആര്? പുത്രനാകുന്ന യേശു കർത്താവ് പിതാവിനോട് ചോദിക്കും. ചോദിക്കുമ്പോൾ കണ്ട, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ കുറച്ച് ദിവസമല്ല, കുറച്ച് മണിക്കൂറല്ല, ആരാധിക്കാൻ നേരത്ത്, പാട്ട് പാടുന്ന നേരത്ത് മാത്രമല്ല. ചിലർക്ക് ഇങ്ങനെയുള്ള കുറച്ച് നേരവും ചില നേരത്തൊക്കെ ആത്മാവുള്ളൂ. അത് വേറെ ആത്മാവ്, പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ എന്നേക്കും ഇരിക്കാനാണ്. എന്തിനാ നിന്നോട് എന്നേക്കും ഇരിക്കുന്നത്? നീ ദൈവത്തിന്റെ കൽപ്പന ചെയ്യുവാനാണ് നിനക്ക് ദൈവത്തിന്റെ കൃപ വേണ്ടത്. ഈ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് ആ ദൈവകൃപയുണ്ടെന്ന് പറയത്തുള്ളൂ.
അല്ലാതെ നീ എന്നതാ ഉദ്ദേശിക്കുന്നേ? വചനം പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്നിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ നീ അനുസരിക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പനകളെ നീ പ്രവർത്തിക്കുവാൻ നീ പാകമാകണം. നിന്നെ പാകമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അത് എന്നേക്കും നിന്നോടുകൂടെ ഇരിക്കേണ്ടത്. കുറച്ച് ദിവസമോ കുറച്ച് നാളുമല്ല, എന്നേക്കും. ശ്രദ്ധിക്കണം, അടുത്ത ഭാഗം വായിക്കുന്ന എന്താണ്? എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അടുത്ത വാക്യം, 17-ാം വാക്യം. ലോകം കണ്ടോ, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യത്തില്ല. എനിക്ക് കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ, എനിക്ക് എനിക്ക് കേട്ടാലേ വിശ്വസിക്കത്തുള്ളൂ, എനിക്ക് കാണത്തേക്ക് തൊടണം, എനിക്കത് കേൾക്കണം. ഈ തലത്തിലുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. ഇന്ന് അനേകര് പെരിഫറൽ ആയിട്ടുള്ള ഒരു ഐഡിയ, പെരിഫറൽ ആയിട്ടുള്ള എവിഡൻസ് ആണ് അനേകർ നോക്കുന്നത്. പെരിഫറൽ എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിൽ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ഒന്നാണെങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഈ ലോകത്തിലെ സകല മനുഷ്യരും അതാണ്. അത് ലോകത്തിന്റെ വ്യവസ്ഥയാണ്. എന്നാൽ വിശ്വാസത്താൽ മാത്രമാ ദൈവത്തിന്റെ കൃപാവരങ്ങളെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. കാഴ്ചപ്പുറത്ത് എന്തെങ്കിലും ഉള്ളതിനെ വിശ്വസിക്കുന്നു അല്ല അംഗീകരിക്കുന്നു എന്ന് പറയുന്നവൻ ഒരിക്കലും വിശ്വാസം, ദൈവത്തിങ്കലെ വിശ്വാസമില്ല. കാര്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? വായിച്ചേ. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ, ലോകം ആരും അവനെ കാണുക, അറിയുക ചെയ്യാൻ അപ്പോൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുമ്പോൾ തല ഇങ്ങനെ മത്തങ്ങ ആട്ടുന്ന പോലെ ആട്ടി കാണിക്കുന്നവർക്കല്ല ഇത് ലഭിക്കുന്നത്. അവർക്ക് ലഭിക്കത്തില്ല. കാര്യം കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റവർ പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. വിശ്വസിച്ച് സ്നാനമേൽക്കണം. സ്നാനപ്പെട്ടവരെല്ലാം വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർക്ക് ആ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. നീ സ്നാനമേറ്റവനാണെങ്കിൽ നീ വിശ്വസിക്കണം എന്ന് പകൽ നേരം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ. വായിച്ചേ. കണ്ടോ, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും കണ്ടോ നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച ഒരുവനിൽ ഇരിക്കണം. അത് അനുഭവിക്കണം. ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ജ്ഞാനം എന്റെ അല്ല, ഇത് പരിശുദ്ധാത്മാവ് വരുന്നതാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ എളുപ്പമായില്ല, അവനല്ലല്ലോ പ്രസംഗിക്കുന്നത്, പരിശുദ്ധാത്മാവാണല്ലോ. ഇത് നീ പറഞ്ഞിട്ട് നിനക്കെന്നാന്ന് ഗുണം? നീ പ്രാപിക്കാൻ തുടങ്ങ്. നീ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അക്കരെ നാട്ടിൽ പോകത്തുള്ളൂ. വായിച്ച ആ ഭാഗം പറയുന്നത് ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് അവനോടുകൂടെ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും കണ്ടോ നിങ്ങളിൽ ഇരിക്കുക. നമ്മളിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന അനുഭവമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരുവനെ സംബന്ധിച്ച് ഒരുവൻ അവനിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ ഒരിക്കലും ഏകാന്തത അനുഭവിക്കുന്നില്ല, ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സ്നേഹം ആളെ ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദോഷം പ്രവർത്തിക്കുന്നില്ല, സ്വാർത്ഥന അന്വേഷിക്കുന്നില്ല. ഇതൊക്കെ അവനെ അനുഭവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അല്ലാതെ നിന്റെ ശക്തി കൊണ്ടോ നിന്റെ അറിവ് കൊണ്ടൊന്നും ഇത് നടക്കുന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവില്ലാതെ നിനക്കൊരിക്കലും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവില്ലെങ്കിൽ നീ പോകില്ല കേട്ടോ. ഒരു കാര്യം സത്യമായി, ധനവാൻ ഇതുപോലെ ആയുസ് മുഴുവനും പ്രസംഗം കേട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചും ആളെ രക്ഷയെ കുറിച്ചും കേട്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി നിന്നുമായിട്ട് വീട്ടിൽ പോകുന്നതിന്, ചർച്ചിലിരിക്കുമ്പോ വീട്ടിൽ പോയി പോത്തും കപ്പയും അല്ലെങ്കിൽ പോത്തും അപ്പവും തിന്നുന്നതിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്നു. ഇത് മാത്രം ചിന്ത. വീട്ടിൽ ചെല്ലുമ്പോ അടുത്ത ഞായറാഴ്ചത്തെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യമെല്ലാം തുറന്നു വിട്ടി. ഞാനൊരു കാര്യം പറയണം, നീ നനയ്ക്കാത്ത നാഴികയും കാഹളം തൊലിക്കും. നീ നനയ്ക്കാത്ത സമയത്തായിരിക്കും നിന്റെ പേര് വിളി വരുന്നത്. നീ എന്നാ ചെയ്യും? നരകത്തിൽ പോയി കിടന്ന് മുട്ടയിൽ നിന്ന് സ്തോത്രം പറയാൻ ഒത്തിരി പേര് പോകുന്നുണ്ട്. ഒത്തിരി പേര് അവിടെ ചെന്നിട്ടുമുണ്ട്. നരകത്തിൽ മുട്ടയിൽ നിൽക്കാൻ ചെല്ലുന്ന കുറെ പേരുണ്ട്. കാര്യം ആയുസിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കത്തില്ല, ദൈവത്തിന്റെ വഴി അന്വേഷിച്ചില്ല. ഇപ്പോഴത്തെ ഈ ന്യൂജൻ പിള്ളേരെന്നുള്ളതല്ലേ, എല്ലാ ഈ ഒരു 40 വയസ്സിന് താഴെ
പ്രായമുള്ള ഒരു 40-45 വയസ്സ് താഴെയുള്ള ആരോടെങ്കിലും വചനം പറയാൻ ചെന്നാൽ എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ, എന്നോടാണോ പറയുന്നത്? ഇത് കുഴിയിലെ കാൽ നീട്ടിയിരിക്കുന്നവരോടല്ലേ സുവിശേഷം പറയേണ്ടത്? അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ ഒത്തിരി പേര് ചത്തുപോകുന്നുണ്ട് കേട്ടോ. നല്ല പ്രായം എത്തുന്നതിന് മുമ്പ് എല്ലാരും റെഡി ആയിക്കോടുക. ആരും ആരുടെ കുറ്റം പറയണ്ട, തമ്മിൽ സ്നേഹിക്കുക, അവരവരുടെ വിരുദ് സൂക്ഷിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഭാഗം വായിച്ചേ, അടുത്ത് വായിച്ചേ. നിങ്ങളിൽ ഇരിക്കുകയും നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിച്ചേ. ഒരിക്കൽ എന്നോട് ഒരു രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി, ഒരു സമുദായക്കാരൻ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രാപിച്ചിട്ടുണ്ട്. പറയുന്നത് വേറെ സാധനം അകത്തിരുന്നുണ്ട്. എന്നിട്ട് ഇന്ന് പറയുമ്പോ ഇവരിന്ന് പറയുന്ന എന്നാന്നറിയാമോ, ഞങ്ങൾ യേശുവിൽ വിശ്വസിച്ച പരിശുദ്ധാത്മാവാണല്ലോ. ഇവര് പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്ക് ബോധ്യമില്ല, ഇവർക്കാണ് ബോധ്യം. എന്ന് പറഞ്ഞാൽ കണ്ടവൻ നിൽക്ക്, കേട്ടവൻ. അതാണ് ഈ ചിലരുടെ പ്രശ്നം. അതാണ്, അവർക്ക് അനുഭവമില്ല. അവര് പറയണ അവരോട് ഇതൊക്കെ പറയുന്ന അവർക്ക് അറിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല, അവരിതൊക്കെ തികഞ്ഞവരാണ്. ഇപ്പോഴാണ് നമ്മളിതൊക്കെ അറിയാൻ തുടങ്ങുന്നത്. നമ്മൾ അനുഭവിച്ചിട്ടാ പറയുന്നേ. പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടുകൂടി ഇരിക്കുക, നമ്മളിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കണം. അതിന് കുറെ പേര് ഇതിനൊക്കെ മുട്ടാഴ്ത്തി പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം കേട്ടോ, വചനം കേട്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇവിടെ കൈവിടപ്പെടും. കാര്യമൊക്കെ ശരിയാ, എത്ര ശരിയാ, കൈവിടപ്പെടും. ആളലിയ ശ്രദ്ധിച്ച ഇത് എനിക്ക് സ്തോത്രം. ഈ ലാസറിന്റെ വീട്ടിൽ നിന്ന് ജനലിൽ കൂടെ ആണെങ്കിൽ ധനവാന്റെ വീട്ടിൽ നിന്ന് ധനവാന് ജനലിൽ കൂടെ ലാസറിന് ഇങ്ങനെ ഒരു നോട്ടമുണ്ട് ഇടയ്ക്ക്. കണ്ടോടാ, നിന്നെയൊക്കെ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചാക്കിയല്ലോ, എന്നിട്ട് ദൈവം എന്നെ കരുതുകൊണ്ടോ, എൻ്റെ കുടുംബം കൊണ്ടോ ഈ നായത്. ഈ അഹങ്കാരത്തിന്റെ നോട്ടമായിരുന്നു ആർക്ക്? ധനവാൻ. ആരെയാ നോക്കിയത്? ലാസർ. ഇവൻ തീ കിടന്നവന്റെ ആ കുരുട്ട് കണ്ണുണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കിയേ. ആ കണ്ണ്, ആ കെട്ട കണ്ണും കൊണ്ട് നോക്കുന്ന എങ്ങനെയാണെന്നറിയോ? സ്വർഗത്തിലേക്ക് നോക്കുക. ആരെ? ഇവിടെ പലതും കാണുമ്പോ നിനക്ക് വില കാണത്തില്ല. നീ വില തിരിച്ചറിയുന്നൊരു നാളുണ്ട്, അന്ന് എല്ലാം അസ്തമിച്ചു പോകും. അവിടെ മാനസാന്തരപ്പെട്ട് ക്രമീകരിച്ചോ. വായിച്ചേ. ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. ഞാൻ നിന്നെ അനാഥരായി. നമ്മളിത് ഒത്തിരി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്നതാ ഈ ഞാൻ നിങ്ങളെ അനാഥരായി വിടില്ലെന്ന് പറഞ്ഞ എന്നതാന്നേ? കൂടെ 10 പേര് കൂടെ വരുന്നതാണോ അനാഥനായി വിടത്തില്ലെന്ന് പറയുന്നത്? പിന്നെ എന്നതാ? അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷനാ തൊട്ട് മുകളിൽ കിടക്കുന്നത്. എന്താണ്? അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ അനുഭവമുള്ളവൻ അനാഥനല്ല. നിനക്കുണ്ടോ അനുഭവം? പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഇരിക്കുകയും ദൈവം അവനോടുകൂടെ നടക്കുകയും ചെയ്ത് അവൻ അനാഥനല്ലവേ അല്ല. അവൻ അങ്ങനെ ഒരു ചിന്തയില്ല. അവൻ എപ്പോഴും ജയാളിയായിട്ട് നടക്കുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? ഈ ആത്മാവില്ലാത്തവൻ ഇങ്ങനെ പരിതാപപ്പെട്ട് നോക്കുന്ന എന്നാണെന്നറിയാവോ? നീ ഇന്നും നഗ്നനായിട്ടും സ്തോത്രം രോഗിയായിട്ടും നീ ഇപ്പോഴും അനാഥനായിട്ടിരിക്കുകയാണ്. ഏതാ അനാഥത്വം എന്നറിയാവോ? പരിശുദ്ധാത്മാവ് വസിക്കാത്തവരെല്ലാം അനാഥരാണ്. ദൈവം കൂടെ വസിക്കാത്തവരെല്ലാം അനാഥരാണ്. മനസ്സിലായോ? ആരാ അനാഥര്? എല്ലാരും അനാഥത്തിലാ ജനിച്ചത്. അപ്പനും അമ്മയും കുടുംബക്കുറവുള്ളത് അതല്ല പറഞ്ഞത്. നിനക്ക് നിന്റെ അനാഥത്വം മാറുക എന്ന് ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പറഞ്ഞാൽ ദൈവാത്മാവ് നിന്നിൽ വസിക്കുമ്പോഴാണ് നീ പുത്രനായി തീരുന്നത്. അല്ലെങ്കിൽ നീ അനാഥനാണ്. ദൈവ മക്കളുടെ ഓപ്പോസിറ്റ് എന്നാന്നറിയാവോ? അനാഥർ. ഇന്ന് ഒത്തിരി അനാഥരുണ്ട്. ദൈവമക്കളാകാൻ പറഞ്ഞ അനുസരിക്കാത്ത അനാഥന്മാർ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത അനാഥർ. കർത്താവിനെ വിളിക്കുന്ന ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല അല്ലേ? അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. എന്താണ് ദൈവവചനം പറയുന്ന അനാഥത്വം? പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കാത്തതാണ് നിന്റെ അനാഥത്വം. ചിലർ പറയുന്നുണ്ടെന്ന്, ഞാൻ അഭിഷേകം പ്രാപിച്ചവരെന്നും തിന്നാനുണ്ടാക്കി കൊടുത്താൽ മതിയോ, ഞാൻ അവൻ്റെ വസ്ത്രം അലക്കി കൊടുത്താൽ മതിയോ, ഞാൻ അവൻ്റെ ബാഗ് തുറന്നാൽ മതിയോ, അവൻ്റെ എല്ലാ കാര്യം ചെയ്തു കൊടുത്താൽ മതിയോ? കുഴപ്പമൊന്നുമില്ല. നീ സ്വർഗത്തിൽ ചെന്നാൽ അതിന്റെ പ്രതിഫലം കിട്ടി, അല്ലെങ്കിൽ ഒന്ന് നരകത്തിൽ പോകും. അനേകർക്ക് ഇന്നത് പറ്റുന്നില്ല. എന്തുകൊണ്ട്?
നീ ദൈവത്തിലേക്ക് വരത്തില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നീ ദൈവത്തിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വിഷയവും നിന്റെ നിത്യതയോ ദൈവത്തിന്റെ വിഷയം. അതേ ദൈവം നിന്നോട് സംസാരിക്കുന്നു. നീ ചിന്തിക്കുന്ന എന്നാണെന്നറിയാവോ, നീ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ മക്കളെ കുറിച്ചോ അളിയനെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ നിന്നോട് ദൈവം ചോദിക്കുമെന്ന്. കുശലം പറയാൻ വിളിക്കുന്നതല്ല ദൈവം നിന്നെ. കർത്താവ് നിന്നെ വിളിക്കുന്നത് കുശലം പറയാനല്ല കേട്ടോ. ചിലർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, എന്നെ ദൈവം വിളിക്കുന്നത്, എന്നെ ഇങ്ങനെ വിളിച്ചത് മകനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആലോചിച്ചിരുന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്നു, പിന്നെ അവന്റെ കാര്യം ഇവന്റെ കാര്യമൊക്കെ പറയും. അവന്റെ ഇവന്റെയും കാര്യം പറയല്ല, നിന്റെ കാര്യം സംസാരിക്കാനാ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത്. നമ്മളോട് ദൈവം ഇടപെടുന്നത് നമ്മുടെ വിഷയമല്ലേ, നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരമല്ലേ. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. നീ പാപത്തിന്റെ അനാഥത്വത്തിൽ കിടന്നപ്പോൾ, ശാപത്തിന്റെ ബന്ധനത്തിൽ കിടന്നപ്പോൾ നിന്നിൽ വന്ന മുറിവുകളുണ്ട്, നിന്നിൽ വന്ന താഴ്ചകളുണ്ട്, നിന്നിൽ ശത്രുവാകുന്ന പിശാച് വരുത്തിയ അനാഥത്വത്തിന്റെ ആലോചനകൾ നിന്റെ മനസ്സിൽ കിടപ്പെട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിലാണ് അത് മാറിപ്പോകുന്നത്. യേശുവിന്റെ രക്തത്താൽ നിന്നെ കഴുകുമ്പോൾ നീ വെടിപ്പുള്ളവനായി തീരും. ആ അനുഭവം വരണം. അത് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഞാൻ പറയാം, ദൈവാത്മാവാകാത്ത പരിശുദ്ധാത്മാവില്ലാത്ത സകല മനുഷ്യരും അനാഥരാണ്. അടിവരയിട്ട് വെച്ചോ. ആളറിയോ, വായിച്ചേ, തുറന്ന് വായിച്ചേ, വേഗം നിർത്താം. ആ വാക്യം ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളുടെ അടുക്കൽ. കണ്ട, കർത്താവ് നമ്മുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലായി? ആരുടെ അടുക്കലാ വരുന്നത്? പരിശുദ്ധാത്മാവ് വസിക്കുന്നവരുടെ അടുക്കലാണ് വരുന്നത്. അല്ലാതെ ഇതുവരെ കൃപ പ്രാപിക്കാത്ത, അഭിഷേകം പ്രാപിക്കാത്തവന്റെ അടുക്കലല്ല ക്രിസ്തു വരുന്നത്. ഞാൻ അവരുടെ അടുക്കൽ വരൂ എന്ന് പറയുന്നത് ആരാ? ക്രിസ്തു അല്ലേ? ഇന്ന് നമ്മളിവിടെ ആത്മാവ് സത്യത്തിലും ആരാധിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചവനെ അന്വേഷിച്ചു വരുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കണം, ആരാ അന്വേഷിച്ചു വരുന്നത്? ഇവനൊന്നും അല്ല. അഭിഷേകം പ്രാപിച്ചെങ്കിൽ ദൈവത്തിന്റെ വകയായി തീർന്നെങ്കിൽ മകനെ നിന്നെ അന്വേഷിക്കുന്ന സ്വർഗം ഉണ്ടെന്ന് പ്രസംഗം കേട്ടിട്ടുണ്ട്. നിന്നെ അന്വേഷിക്കുന്ന സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ അന്വേഷിക്കുന്നവന്റെ പേരെന്താ? പിതാവ് എന്നല്ല, അവന്റെ പേര് യേശു ക്രിസ്തു. ദൈവപുത്രനാണ് വരുന്നത്. ദൈവപുത്രനാണ് വരുന്നത്. അവന്റെ അവകാശങ്ങളെ നോക്കും, അവന്റെ സഹോദരങ്ങളെ നോക്കും. പിതാവിന്റെ പുത്രന്മാരായിരിക്കുന്നവരെ തേടി വരുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിന്റെ ഡ്യൂട്ടി അതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞത് എത്തിപ്പോയി, അഭിഷേകം പ്രാപിച്ച ഒരുവൻ എവിടെയെങ്കിലും തളർന്നു കിടപ്പുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വേദനിക്കുന്നുണ്ടെങ്കിൽ അവന്റെ വേദനകളെ നീക്കുവാൻ ക്രിസ്തു ഇറങ്ങി വരും. എല്ലാവർക്കും അല്ല, അഭിഷേകം പ്രാപിച്ചവർക്കേ ഉള്ളൂ. അല്ലാത്തവൻ എന്താ ഇതുകൊണ്ട് ഗുണം? നീ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിക്ക, ക്രിസ്തുവിലേക്ക് അടുത്തുക. പരിശുദ്ധാത്മാവിന് നൽകുന്നത് മറ്റു കാര്യം പറയാനും കുശലം പറയുവാനല്ല, നിന്റെ വിഷയം ഡിസ്കസ് ചെയ്യാനാ പരിശുദ്ധാത്മാവിന് ദൈവം നിനക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായം, ഹല്ലേലൂയ, 6-ാം അധ്യായം അതിന്റെ 14 മുതൽ വായിച്ച് നമുക്ക് വളരെ അറിയാവുന്ന വാക്യമോ. പക്ഷേ അതിൻ്റെ അകത്ത് അഭിഷേകം പ്രാപിച്ച് നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ് ഞാൻ നിന്നിൽ ഇരിക്കുകയും നിന്നോടുകൂടെ നടക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ നിന്നോട് എന്നേക്കും ഇരിക്കുമെന്ന് പറയുമ്പോൾ അവനല്ലേ ദൈവവൈതല്, അവനല്ലേ അവകാശി. അങ്ങനെയാണെങ്കിൽ 6-ന്റെ 14 മുതൽ വായിച്ചേ, വേഗം വായിച്ചു, സമയം പോയി. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. അങ്ങനെയാണെങ്കിൽ അഭിഷേകം ഇല്ലാത്തവരല്ലേ അവിശ്വാസി അല്ലേ? ഇനി അപ്പൊ നിങ്ങൾക്ക് അത് അത്ര അംഗീകരിക്കാൻ പറ്റില്ല. വായിച്ചു പോ, താഴോട്ട് വേഗം വായിച്ചു പോ. അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? അപ്പോ ആലയമാകുന്ന എങ്ങനെയാ? അവൻ വസിക്കണം. അവൻ നിങ്ങൾ ഇരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ അല്ലെ? ആ ഭാഗം വായിക്കുന്ന എങ്ങനെയാണ്? ഞാൻ നിങ്ങൾ വസിക്കുകയും അവരുടെ നടക്കുകയും ചെയ്യും. ആ ഭാഗം ശ്രദ്ധിച്ചോ? അവിടെ വസിക്ക, അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഇതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അവിടെ പറയുക നിങ്ങളോ, അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അവനെ അറിയും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും.
ഇത് യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നു, കൊരിന്ത്യരിൽ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെ അഭിഷേകം പ്രാപിച്ചവരെ അനാഥരായി വിടുക, അത് അഭിഷേകം പ്രാപിച്ചവർ അനാഥരല്ല, ദൈവത്തിന്റെ മക്കളാണ്. ഒന്ന്, അതിന്റെ തെളിവ് ഞാൻ നിങ്ങളിൽ ഇരിക്കുകയും അവരിൽ ഇരിക്കുകയും നിസ്തോത്രം അവരോടുകൂടെ അവരെ അറിയുകയും ചെയ്യും. അല്ലെ, ഞാൻ നിങ്ങൾ ഇരിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാണ്. കാരണം അവരെ ആകുന്നുള്ളൂ. ആരാണ് അവര്? അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ലോകം അവരെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അവൻ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. പരിശുദ്ധാത്മാവ് വസിക്കുന്നവരുടെ കാര്യം പറയുന്നത്. അവരാണ് വിശ്വാസികള്, അവരാണ് ദൈവത്തിന്റെ മക്കള്, അവരവിശ്വാസികളല്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത സകല മനുഷ്യരും അവിശ്വാസികൾ തന്നെയാണ്. അല്ലേ? ഞാൻ പറയുന്നതാണോ? അതിനെന്താ തെളിവ്? അവിടെ പറയുന്ന അടുത്ത വാക്ക്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ക്രിസ്തു പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അത് തന്നെയാണ് ഇവിടെ കൊരിന്ത്യ ലേഖനത്തിന്റെ അകത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ ദൈവവും അവരെനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറയുന്നത് സ്തോത്രം, അവിടെ വായിക്കുന്നത്, ഞാൻ നിങ്ങളുടെ നടുക്കിൽ നടക്കും, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ ഡ്യൂട്ടി എന്താണെന്നറിയാമോ? ഇന്ന് അഭിഷേകം പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഓരോ ദിവസവും സന്ദർശിക്കുന്ന ഡ്യൂട്ടിയാണ് യേശു ക്രിസ്തുവിനുള്ളത്. അന്ന് തോട്ടത്തിൽ വെച്ച് നഷ്ടമായി പോയി, വെയിലാറിയപ്പോൾ അവരെ അന്വേഷിച്ചു വന്നൊരു പിതാവുണ്ട്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവരെ ഇന്നു പകൽവേളയിലും കർത്താവ് സന്ദർശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ സന്ദർശനത്തിന്റെ അകത്ത്, മകളെ നിന്റെ പേരുണ്ടോ? നീ അഭിഷേകം പ്രാപിച്ചോ? നീ കർത്താവിന്റെ കൃപയിൽ വന്നിട്ടുണ്ടോ? അതെയോ നീ ഇതിന്റെ എല്ലാം പിറകിലൂടെ ഇത് പ്രാപിക്കാതെ ധനവാനെ പോലെ നടക്കുകയാണോ? ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ധനവാന്റെ മുറ്റത്ത് കിടന്ന ലാസർ വ്രണം നായ്ക്കൾ നക്കുമ്പോഴും അവൻ അനാഥനല്ലായിരുന്നു. മനസ്സിലാക്കണം, അവന് ഈ കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചപ്പോഴും ക്രിസ്തു അവനെ സന്ദർശിച്ചിരുന്നു, അവന്റെ വേദനകൾ കണ്ടിരുന്നു. അവൻ നായ്ക്കളോടുകൂടെ ഇരിക്കുമ്പോഴും അവൻ ഈ കഷ്ടം വിട്ടെഴുന്നേൽക്കുന്നത് എന്റെ ഭവനത്തിലാണെന്ന് ക്രിസ്തു നിർണയിച്ചു. മനസ്സിലാക്കണം, നമ്മുടെ ഇടയിൽ കർത്താവ് ചില തീരുമാനങ്ങൾ തന്റെ അഭിഷിക്തർക്ക് വേണ്ടി എടുക്കുമ്പോൾ മനസ്സിലാക്കണം, ഇതിന്റെ റിസൾട്ട് കാണുന്നത് ഇതിന്റെ അപ്പുറം തരത്തിലായിരിക്കും. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ഇന്ന് പകൽ നേരം ദൈവകൃപ പ്രാപിച്ചു മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് പകൽ നേരം പ്രിയപ്പെട്ടവരോട് ആലോചന അറിയിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവസ്ഥാനം, നമുക്ക് സ്തോത്രത്തിൽ നമുക്ക് ജാഗരിക്കാം. നമ്മൾ കേട്ട വചനത്തെ നമുക്ക് ദൈവസ്ഥാനത്തിൽ നമുക്ക് പൂർണ്ണ ജാഗ്രതയോടെ നമുക്ക് ഇന്ന് പകൽ നേരം ചിന്തിക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് കേട്ട വചനത്തെ സ്തോത്രം